بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അസാധാരണ നബിയും ഷഹ്ർ മുബാറക്കും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇടുക്കി അടിമാലിയിൽ 3 മണിക്കൂറോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ അല്ല എന്നത് വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ശേഷം ഷഹ്ർ മുബാറക്ക് വസ്തുതകളില്ലാത്ത വിവാദങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് 7 മണിക്കൂറോളം സമയം വിശദമായി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ വിഷയത്തിലുള്ള 3ാമത്തെ ഒരു പ്രഭാഷണമാണ്. ആദ്യത്തെ 2 പ്രഭാഷണങ്ങളും കേട്ടിട്ടില്ലാത്തവർ കേട്ടാൽ അവർക്ക് കൂടുതൽ ഉപകാരമാണ് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ ഈ അടുത്ത കാലത്ത് എന്റെ പ്രസംഗത്തിന്റെ ശേഷം നമ്മുടെ സഹോദര സമസ്തയുടെ ആളുകൾ നടത്തിയ കുപ്രചരണങ്ങൾ, അതുപോലെ വ്യാജ കത്തുകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ തെളിവുകളൊക്കെ തെളിവുകളായി ഉണ്ട്. അത് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം അതൊരു വിവാദത്തിന്റെ പ്രസ്ഥാനം അല്ല. അത് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും പവിത്രമായ ആശയമാണ്. പക്ഷേ മരം മുറിക്കാൻ
ഇറങ്ങുന്ന കോടാലികൾക്ക്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾക്ക് മരത്തിന്റെ തന്നെ ഒരു പിടി ആവശ്യമാണ്. ഇതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുസ്ലിംകൾക്കിടയിലും ഇസ്ലാമിന്റെ വക്താക്കൾക്കിടയിലും വിവാദങ്ങൾ ഉണ്ടാകണം. മരക്കഷ്ണത്തിന്റെ പിടികൊണ്ടാണ് കോടാലി ശക്തിപ്പെട്ടുകൊണ്ട് മരത്തെ മുറിക്കാറുള്ളത്. ഇതുപോലെ മുസ്ലിംകളെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ വിരോധികൾക്ക് പിടിയായി പ്രവർത്തിക്കുന്ന ചില ശക്തികൾ ഉണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ ഉണ്ട്. ഷിയാക്കൾ അതിൽ ഒരു കക്ഷിയാണ്. നമുക്കറിയാം, 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നാട് ഭരിക്കേണ്ടത് ആദ്യം ആരായിരുന്നു? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്നും ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങൾ വിശ്വസിച്ചു വരുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നും ഷിയാക്കൾ വിവാദമുണ്ടാക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത് എന്ന് ഇപ്പോഴും ഷിയാക്കൾ ചർച്ച ചെയ്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ആ ഭിന്നിപ്പിന്റെ കാരണത്താൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പാകിസ്ഥാനിലും യമനിലും ബഹ്റൈനിലും വരെ മുസ്ലിം സമുദായം വിഷമം അനുഭവിക്കുകയാണ്. ആവശ്യമില്ലാത്ത വിവാദം. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ കക്ഷികൾ അവരുണ്ടാക്കിയ ഒരു വിവാദം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പ്രബോധനം എഴുതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പ്രബോധനം എഴുതി. ഞാൻ ചോദിക്കുന്നു, ആ ചർച്ച കൊണ്ട്, വിവാദം കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്താ കാര്യം? വെറുതെ കുഴപ്പമുണ്ടാക്കലാണ്. ഇനി മറ്റൊരു വിഭാഗം മുജാഹിദ്, അവർ കാര്യമായിട്ടൊരു ചർച്ച ഇട്ടത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് മുജാഹിദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലും നരകത്തിലും കടത്താനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ഇവരാണോ? അല്ല. ഇനി നമ്മളാരെങ്കിലും ഇവിടെ അതിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ചർച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന ചർച്ച, അനാവശ്യ വിവാദം. ഇങ്ങനെ ഓരോ കക്ഷികളും മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന വിവാദങ്ങൾ വലിച്ചിടുകയാണ്. കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും കൂടി മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി വിവാദം വലിച്ചിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏതെങ്കിലും ഒരു വിവാദത്തിന് പോയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം മർക്കസിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. നമ്മൾ ഒരു സ്ഥലത്തും ആ വകയിൽ ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഒരാളോടും മൈക്ക് കെട്ടിയിട്ട് അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ച് നടന്നിട്ടില്ല, നോട്ടീസ് ഇറക്കിയിട്ടില്ല. അത് അറിഞ്ഞവർ വന്നു, കണ്ടു, അവിടുന്ന് അതിട്ട വെള്ളം കുടിച്ചു. നബി സല്ലല്ലാഹു നിങ്ങളുടെ സഹാബികൾ അങ്ങനെ അവിടുത്തെ ഷാറ് മുബാറക്കിട്ട വെള്ളം കുടിക്കാറുണ്ടെന്ന് ഇമാം ബുഖാരി കൂടുതൽ ഹദീസിൽ ഉണ്ട്. അതുപോലെ അറിഞ്ഞവർ ചെയ്തു എന്നല്ലാതെ ഒരു കൊട്ടിഘോഷിക്കാനോ വിവാദമുണ്ടാക്കാനോ നമ്മുടെ ഭാഗം പോയിട്ടില്ല. അത് ഹഖാണ്. എന്നാൽ ഒരാള് അതിനെ സംബന്ധിച്ച് വിവാദം വലിച്ചിട്ടു. അങ്ങനെ അദ്ദേഹം എന്തെല്ലാമോ കളവുകൾ പറഞ്ഞു നടന്നു. എന്നിട്ടും നമ്മൾ പരമാവധി മൗനം ദീക്ഷിച്ചു. പിന്നീട് മർക്കസിൽ ഒരു പുണ്യകേശം കൂടി വിദേശത്ത് നിന്ന് വന്നു. ആദ്യം വന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. എല്ലാ പുണ്യകേശവും മദീനയിൽ നിന്ന് വന്നതാണ്, വിദേശത്ത് നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് വന്നതാണ്, അതിൽ തർക്കമില്ല. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ വന്നപ്പോൾ അതിനും വിവാദം സൃഷ്ടിച്ചു. അങ്ങനെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സമുദായത്തിൽ വലിച്ചിട്ട് സമുദായ അന്തരീക്ഷം കലുഷിതമാക്കുക, ഇതാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒക്കെ പരിപാടി. പക്ഷേ വസ്തുതാപരമായൊരു വിഷയത്തെ നിഷേധാത്മകമായ ശൈലിയിൽ പ്രതികരിച്ച് മുസ്ലിം ഉമ്മത്തിനെ താറടിക്കുമ്പോൾ, മുസ്ലിം പണ്ഡിതന്മാരെ താറടിക്കുമ്പോൾ അതിന്റെ വസ്തുത പറഞ്ഞു കൊടുക്കാതിരുന്നാൽ പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിയായി പോകുമോ എന്ന ഒരൊറ്റ ഭയം കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ എന്റെ മനസാക്ഷി തുറന്നു വെക്കുകയാണ്.
സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ മാർഗം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിന് മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, മഹാന്മാർ, അവർ ജീവിച്ചു വന്ന വഴി പിന്തുടരണം. അല്ലാത്തവർക്ക് അല്ലാഹുവിങ്കൽ ശിക്ഷയുണ്ടാകും, ഭൗതിക ലോകത്ത് വിഷമമുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാ. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു മാർഗം മുൻഗാമികളായ സച്ചരിതരായ മുൻഗാമികളായ സത്യവിശ്വാസികൾ നടന്നു വന്ന മാർഗം, അത് അവലംബിക്കുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പുതിയ വിവാദങ്ങൾ വലിച്ചിട്ട കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൻ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഞാൻ ചുരുക്കി പറയുകയാണ്. വിശദമായി ഞാൻ കഴിഞ്ഞ ഉലമ കോൺഫറൻസിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ CD ഇറങ്ങുമ്പോൾ വാങ്ങി കേൾക്കാം. സുഹൃത്തുക്കളെ, ഈ സമസ്ത അതിന്റെ ആദ്യകാലം മുതലേ അതിന്റെ കടപ്പാട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്നും അത് നിർവഹിക്കുന്നുണ്ട്. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതോചിതമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും ആണ്. ഇതൊരു വസ്തുതയാണ്. അതല്ല എന്ന് ഇവിടെ കുറ്റ്യാടിയിൽ വന്ന് ചിലർ പ്രസംഗിച്ചു. അവരതിന് തെളിവ് പറഞ്ഞത് ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാർ തീരുമാനിച്ചത് സമസ്ത ഇതല്ല അപ്പുറത്തുള്ളതാണ് എന്നാണ്. അപ്പൊ സമസ്ത സത്യമാണോ അല്ലേ എന്നത് തീരുമാനിക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാറാണ്. ഞങ്ങളത് അങ്ങനല്ല. ഞങ്ങളെ സമസ്ത സത്യമാണെന്ന് തീരുമാനിക്കുന്നത് ഈ കേരളത്തിലും പുറത്തുമുള്ള പണ്ഡിതന്മാരാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഏതോ ഒരു രജിസ്ട്രാർ തീരുമാനിക്കുന്ന സമസ്തയുടെ പിന്നാലെ പോകാൻ മുസ്ലിംകൾക്ക് മതപരമായി ബാധ്യതയില്ല. ഇത് ആദ്യമായി തന്നെ പറയും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്യത്ത് ഉസ്താദ് അവറുകളാണെങ്കിലോ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്യത്ത് ഉസ്താദ് അവർ, മറ്റൊന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടുത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, മഹാനവറുകളോട് ഞങ്ങൾക്ക് ബഹുമാനം. പക്ഷേ മഹാന്മാരായ സഹാബത്തിനോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. ആ സഹാബത്തിനിടയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഇജ്തിഹാദിയായ കാരണങ്ങളെ കൊണ്ട് തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറവും എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്കുള്ള കൽപ്പന, നമ്മളതിൽ കയറി സംസാരിക്കാൻ പാടില്ല, മുഴുവൻ സഹാബത്തിനെയും ബഹുമാനിക്കണം എന്നാണ്. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഇതുപോലെ കണ്യത്ത് ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, ഇ.കെ. ഉസ്താദ്, എം.എ. ഉസ്താദ് തുടങ്ങിയ എ.പി. ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, അവർക്കിടയിൽ ചിലപ്പോൾ സംഘടനാപരമായ ഭിന്നതകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന് സംഘടനാപരമായ കാരണങ്ങളും ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സംഘടനാപരമായ കാരണങ്ങൾ ഉണ്ട്. സംഘടന ഒരു കാര്യം ഏകകണ്ഠമായി തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന് അനുസരിച്ച് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ കൂട്ടുചേർന്നില്ല. അങ്ങനെയൊക്കെ തുടങ്ങി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് സമുദായത്തിന് പ്രത്യേക കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പ് സംഭവിച്ചു പോയി. ആ ഭിന്നിപ്പിൽ വേദനിക്കുന്നവരാണ് ഈമാനുള്ളവരല്ല, വേദനിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരല്ല.